ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയൊരു പള്ളിയുടെ മുന്നിലാണ് നമ്മളുള്ളത്. നോക്കെത്താ ദൂരം പരന്നിടക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു പാടശേഖരത്തിന് അരികിലായിട്ട് ഒരു പാറപ്പുറത്താണ് ഈ പള്ളിയുടെ നിർമ്മാണം. പൂർണ്ണമായിട്ടും തടി കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ചുറ്റും പാടവും അതിനരികിലായിട്ടൊരു തോടും അതിന് തൊട്ടപ്പുറത്തായിട്ടൊരു പാറയും, അങ്ങനെ തികച്ചും പ്രകൃതിയുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്ന രീതിയിൽ പഴമ നിലനിർത്തിക്കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മഹത് വ്യക്തികൾ പണി തീർത്തിട്ടുള്ളതാണ് ഈ പള്ളി. നിരവധി തവണ പ്രകൃതിക്ഷോഭങ്ങളും വെള്ളപ്പൊക്കവും വന്നെങ്കിലും ഇന്നും ഒരു കേടുപാടുമില്ലാതെ ഈ പള്ളി നിലനിൽക്കുന്നു. 12 പേരടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് ഇപ്പോൾ പള്ളി സംരക്ഷിച്ചു പോരുന്നത്. അതിൽ പ്രധാനിയായ വ്യക്തിയുടെ പിതാവായിരുന്നു മുൻകാലങ്ങളിൽ പള്ളിയുടെ സംരക്ഷണം നടത്തിയിരുന്നത്. 6 പേർക്ക് മാത്രമാണ് ഒരേ സമയം പള്ളിയുടെ അകത്ത് നമസ്കരിക്കാനായിട്ട് കഴിയുക. പാലക്കാട് ജില്ലയിലെ ഒരറ്റത്ത് പുതുക്കോട് പഞ്ചായത്തിലെ പുരാതനമായിട്ടുള്ള പുത്തിരിപ്പാടം ജുമാ മസ്ജിദിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ പള്ളിയുടെ പ്രവർത്തനം. ചരിത്രമുറങ്ങുന്ന പുത്തിരിപ്പാടം പള്ളിയിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാറിയാണ് ഈ പള്ളി ഉള്ളത്. നിലവിൽ മഗ്‌രിബ് നമസ്കാര പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഈ പള്ളി എല്ലാ ദിവസവും തുറക്കാറുള്ളത്. എല്ലാ മാസവും പ്രത്യേക പ്രാർത്ഥനയും ഇവിടെ വെച്ച് നടക്കാറുണ്ട്. ഒരേ സമയം 6 പേർക്ക് മാത്രമാണ് ഈ പള്ളിക്കകത്ത് നമസ്കരിക്കാനായിട്ട് കഴിയുക. പൂർണ്ണമായും തടിയും ഓടും കൊണ്ട് നിർമ്മിച്ച ഈ പള്ളി തനത് കേരളീയ വാസ്തുശൈലി വിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്നവർ പഴയന്നൂരെത്തി അവിടെ നിന്നും ആലത്തൂർ റോഡിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ച് പ്ലാഴി എന്ന സ്ഥലത്ത് നിന്നും തച്ചനടി റോഡിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഇങ്ങോട്ട് വരുന്ന ആളുകൾ തികച്ചും പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ നിലനിൽക്കുന്ന ഈ പള്ളിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.